അതിൽ ഏതെങ്കിലും നിലപാട് മാറ്റത്തിന്റെ പ്രശ്നമുണ്ടോ? അല്ലല്ല, അവിടെ ജയിക്കൊരു പ്രശ്നം നോക്കൂ. 18,800-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ SDP-യുടെയും ജമാഅത്തിന്റെയും ഒക്കെ കോൺട്രിബ്യൂഷൻ എത്രയായിരിക്കും? അതൊക്കെ വളരെ നെഗ്ലിജിബിൾ അല്ലേ? ഒരു തരംഗത്തിനിടയിൽ വരുന്നതിൽ ഒരു ചെറിയ ഒരു ഓളം മാത്രമല്ലേ SDP-യും ഈ ജമാഅത്തെയും? നിങ്ങൾ അതിൽ പിടിക്കുന്ന എന്തിനാ? BJP-യുടെ വോട്ട് മുനിസിപ്പാലിറ്റിയിൽ ഈ UDF ചോർത്തിയത് നിങ്ങൾ കാണുന്നില്ലേ? നിങ്ങൾ അതെന്താ പറയാത്തത്? BJP-യെ ദുർബലപ്പെടുത്തി UDF എന്നൊരു വാദം എന്താ നിങ്ങൾക്കില്ലാതെ പോകുന്നത് ജയിക്ക്? ഇല്ല, അവിടെയാണ് ഞാൻ പറഞ്ഞത്. BJP-യുടെ വോട്ട് ഷെയർ മൃഗീയമാം വിധം കുറയുകയും അതിന്റെ രാഷ്ട്രീയ ഗുണഭോക്താവായി ഒന്നാമത് UDF-ഉം രണ്ടാമത് LDF-ഉം വരികയും ചെയ്തത് പാലക്കാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും അതൊരു യാഥാർത്ഥ്യമായി ചിത്രമായി നമ്മുടെ മുമ്പിൽ നിൽക്കുന്നുണ്ടല്ലോ. അതിനു നേരെ ആരാണ് കണ്ണടയ്ക്കുന്നത്? പ്രത്യേകത എന്താണ്? തെരഞ്ഞെടുപ്പിന്റെ ആദ്യമധ്യാന്തമുള്ള വിവിധ ഘട്ടങ്ങളിൽ ഈ ചോദ്യം ഞങ്ങൾ ചോദിച്ചതാണ്. ഞങ്ങൾ തെരഞ്ഞെടുപ്പിന്റെ എല്ലാ ഘട്ടത്തിലും പറയുകയും ചെയ്തു, ഞങ്ങൾക്കൊരു തീവ്രവാദി സംഘത്തിന്റെയും വോട്ട് വേണ്ട. അത് SDPI ആവട്ടെ, ജമാഅത്തെ ഇസ്ലാമി ആവട്ടെ, RSS ആകട്ടെ, സംഘടനയുടെ പേര് പറയാൻ റിപ്പോർട്ടർ ചാനലിലെ മാധ്യമ പ്രവർത്തക മാത്രമല്ല, കേരളത്തിലെ ഏതു സാധാരണക്കാരനായ മനുഷ്യൻ ചോദിച്ചാലും നാക്കുളുക്കാതെ വടിവത്ത ഭാഷയിൽ SDPI എന്നും RSS എന്നും ജമാഅത്തെ ഇസ്ലാമി എന്നും ഈ വർഗീയവാദികളുടെ വോട്ട് പഞ്ചായത്തിലാണെങ്കിലും പാർലമെന്റിലാണെങ്കിലും വേണ്ട എന്നും പറയാനുള്ള കരളുറപ്പ് ഞങ്ങൾക്കുണ്ടായിരുന്നു. നിങ്ങൾക്കുണ്ടോ എന്നുള്ളതായിരുന്നു ചോദ്യം. ആ ചോദ്യത്തെ പ്രസക്തമാക്കുന്ന, പാരായണർഹമാക്കുന്ന ചിത്രമല്ലേ തെരഞ്ഞെടുപ്പാനന്തരം വിക്ടോറിയ കോളേജിന് മുമ്പിൽ കണ്ടത്? Debate with Dr. Arun Kumar.